സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. സാറ് പ്രൈവറ്റായിട്ടൊരു സംസ്കൃത പാഠശാല നടത്തിയിട്ടുണ്ടെന്ന് കേട്ടു. നേരാണ്. പഠിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ അത് നിർത്തി. കമ്മത്തിന്റെ കടയിൽ കണക്കെഴുതാൻ കൂടി. എന്താ ചോദിച്ചത്? ഞാൻ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അറിയാവുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പകൽ സമയം ഞാൻ കടയിലായിരിക്കും. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാം. എന്താ പോരെ? ശരി. ആട്ടെ, നിങ്ങൾ ഏതാണ്? ഞാൻ തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ്. രഘു എന്നാണ് പേര്. സംസ്കൃതം ഏതുവരെ പഠിച്ചു? ശബ്ദരൂപവും ധാതുരൂപവും അമരകോശവും ഒക്കെ പഠിച്ചോ? രഘുവംശം വരെ പഠിച്ചു. അപ്പൊ പഠിപ്പിക്കാൻ എളുപ്പമായി. സൗകര്യം പോലെ വന്നോളൂ. ശരി. ആ രഘു, തുടങ്ങാനൊന്നും നല്ല ദിവസമാണ്. ഇന്ന് തന്നെ വരാം സാർ. ഷേണായി സാറില്ലേ? ഉണ്ട്. ബപ്പ, ഒരാൾ അന്വേഷിച്ചു വന്നിരിക്കുന്നു. രഘു ആയിരിക്കും. സംസ്കൃതം പഠിക്കാൻ വന്നതാണ്. തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ്. എന്തോ ആ കുട്ടിക്ക് സംസ്കൃതം പഠിക്കണമെന്ന നല്ല ബുദ്ധിയുണ്ടായി. മോള് ഗ്രന്ഥങ്ങൾ ഇരിക്കുന്ന അലമാരിയിൽ നിന്ന് കുമാരസംഭവവും ശാകുന്തളവും നീ എടുത്തോളൂ. ആ, നീ കുറച്ചു നാളായി പഠിത്തമൊക്കെ നിർത്തിയിരിക്കുകയല്ലേ? ഇതൊരവസരമാണ്. വന്നിരുന്ന് പഠിച്ചോളൂ. അത് വേണ്ട. അന്യജാതിയിൽപ്പെട്ട പുരുഷന്റെ അടുത്തിരുന്ന് പഠിക്കണ്ട. വിദ്യ അഭ്യസിക്കുന്നിടത്ത് ജാതിയും മതവും ആണും പെണ്ണും വ്യത്യാസമില്ല. ആചാരങ്ങളും മര്യാദകളും ഒന്നുമില്ലാതായി. പെൺകുട്ടികളെ വയസ്സറിയിച്ചു കഴിഞ്ഞാലും പഠിപ്പിക്കുക, അതും ആണുങ്ങളുടെ കൂടെ. കുമാരസംഭവവും ശാകുന്തളവും ഞാൻ പറഞ്ഞു തരാം. കൂട്ടത്തിൽ അലങ്കാരശാസ്ത്രം പഠിക്കാൻ കുവലയാനന്ദം കൂടി പഠിക്കുക. സാറിന്റെ ഇഷ്ടം. തരൂ മോളെ. മോളുകൂടി ബെഞ്ചിലിരുന്ന് ശ്രദ്ധിച്ചുകൊള്ളൂ. ഒരു ദക്ഷിണ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാ പരൗതോയ നിധിർവഗാഹ്യ സ്ഥിതഃ പൃഥിവ്യ ഇവ മാനദണ്ഡ. ഹിമാലയ പർവ്വതത്തിന് ദൈവീകത്വമാണ് കാളിദാസ മഹാകവി കൽപ്പിച്ചിരിക്കുന്നത്. ഹിമോൽപുത്രിയാണല്ലോ ശ്രീപാർവതി. ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് മഹാസമുദ്രങ്ങളെ മുട്ടി നിൽക്കുന്ന ഒരളവുകോൽ എന്ന മാതിരിയാണ് ഹിമാലയ പർവ്വതത്തിന്റെ കിടപ്പ് എന്നാണ്. രഘു, ഈ ശ്ലോകം ഒന്ന് വായിക്കൂ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമഃ നഗാധിരാജ പൂർവാപരൗതോയ നിധിർവഗാഹ്യ സ്ഥിതഃ പൃഥിവ്യ ഇവ മാനദണ്ഡ. ഞാൻ പപ്പടം നിൽക്കാൻ പോവാണ്. റുക്മ അവിടെ പോയി? ഒരിടം വരെ പോയി. ഞാൻ കൂടെ വരട്ടെ? ചാണകം കൊണ്ടുവരാനോ വിറക് കീറാനോ തെങ്ങിന്റെ പുറത്ത് കയറാനോ ഞാൻ കൂടെ വരാം. പോയി പപ്പടം വെക്ക്. തിരുമൽ ദേവ, നീ എനിക്ക് പരീക്ഷിക്കാണ്. ലക്ഷ്മി 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 ലക്ഷ്മി, വെള്ളം ഞാൻ വീട്ടിൽ കൊണ്ടും തരാം. മറ്റെവിടെ ഇരിക്കട്ടെ. ഈ കളം തരൂ, ബക്കറ്റ് തരൂ, ബാക്കി എനിക്ക് തലയിൽ വെക്കൂ. എവിടെ കഷ്ടമുണ്ട് അവിടെ നാരായണപ്പയുണ്ട്. എന്റെ പപ്പടം പറ്റി എടുത്തോളൂ.
എന്തായാലും പൈ നല്ല സ്നേഹമുള്ളവർ. അയ്യോ എനിക്ക് നാണമാകുന്നു. അയ്യോ കുറുമദേവ, വെള്ളം എല്ലാം പോയി. ഞാൻ എന്താ ചെയ്യാ? അത് ഒടുക്കലൊക്കെ അയ്യോ, വെള്ളം പപ്പടത്തിൽ പോയി, പപ്പടം വെള്ളത്തിൽ പോയി. ഞാൻ എന്ത് ചെയ്യും? 2 4 5 നോക്ക, പിന്നെ വെള്ളം. എവിടെ പോയിട്ട് വരുന്നു? ശ്രീമന്തിരിയുടെ വീട്ടിൽ. അതാരാണ്? എന്റെ കൂട്ടുകാരി. രുഗ്മ എന്നല്ലേ പേര്? നല്ല പേര്. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വരും. ശകുന്തള ദുഷ്യന്തനെ കണ്ട ശേഷം തോഴികളുടെ അടുത്തേക്ക് നടന്നു പോകുന്നു. അവൾക്കൊരിക്കൽ കൂടി ദുഷ്യന്തനെ കാണണമെന്ന മോഹം. അതിന് ശകുന്തള ഒരു സൂത്രം പ്രയോഗിച്ച് തിരിഞ്ഞു നോക്കുന്നു. അതാണ് ദർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ എന്ന ശ്ലോകം. വായിക്കൂ. ദർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ തന്വീ സ്ഥിതാ കതിചിതേവ പദാനി ഗത്വാ ആസീദ്വിവൃത്തവദനാ ച വിമോചയന്തി ശാഖാസു വൽക്കലമസക്തമപി ദ്വിപാനാം. ദർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ തന്വീ സ്ഥിതാ കതിചിതേവ പദാനി ഗത്വാ ആസീദ്വിവൃത്തവദനാ ച വിമോചയന്തി ശാഖാസു വൽക്കലമസക്തമപി ദ്വിപാനാം. കുടുംബത്തിന്റെ സുഹൃതം നിശേഷം ക്ഷയിച്ചു പോയിട്ടില്ല. അതാണ് ഇപ്പോഴെങ്കിലും രുക്മയ്ക്ക് കല്യാണാലോചന വന്നത്. അയാൾ സീതനം ചോദിക്കുന്നില്ല. ഇഷ്ടം പോലെ സ്വത്തുണ്ട്. എന്തായാലും ഉടനെ നടത്തണം. എനിക്ക് അല്പം മനപ്രയാസമുണ്ട്. അതാണ് രുക്മയുടെ അഭിപ്രായം കൂടി അറിയട്ടെ എന്ന് വെച്ചത്. രാമ, പെൺകുട്ടിയുടെ അഭിപ്രായം ചോദിച്ച് കല്യാണം തീരുമാനിക്കുന്നത് എവിടുത്തെ പതിവാണ്? വയസ്സറിയിക്കും മുമ്പേ പെൺകുട്ടികളുടെ കന്യാദാനം നടത്താനോ കഴിഞ്ഞില്ല. ഇതെങ്കിലും ഉടനെ നടത്തിയേ വേണ്ടൂ. ബപ്പ എന്നോട് വരാൻ പറഞ്ഞോ? നിനക്കൊരു കല്യാണാലോചന വന്നിരിക്കുന്നു. ഗോത്രമൊക്കെ കൊള്ളാം, പണക്കാരനുമാണ്, സ്ത്രീധനം ചോദിക്കുന്നുമില്ല, ചേർത്തലയുള്ള ഒരു ഭട്ടുമാമു. കൊങ്ങണ ബ്രാഹ്മണരുടെ പുരോഹിതൻ എന്ന് വെച്ചാൽ വലിയ പദവിയല്ലേ? പക്ഷേ പ്രായം അല്പം കൂടുതലാണ്. 60 വയസ്സ് അത്ര വലിയ പ്രായമൊന്നുമല്ല. രുക്മയ്ക്ക് 24 ആയില്ലേ? പ്രായം അത്ര കാര്യമാക്കാനില്ല. നമ്മുടെ ഇടയിൽ പതിവുള്ളതാണല്ലോ. പക്ഷേ 3ാമത്തെ കല്യാണമായതുകൊണ്ടൊരു പപ്പയ്ക്ക് പണശേഷിയില്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ അനിയത്തിക്കും പ്രായമായിരിക്കുന്നു. കാൽ കാശ് സീതനം കൊടുക്കാൻ ബാപ്പയെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട്
എന്റെ മോൾ എതിരൊന്നും പറയരുത്. നാളെ നിന്നെ കാണാൻ, നിശ്ചയതാമ്പൂലത്തിന്റെ ദിവസം ഉറപ്പിക്കാൻ പട്ടുമാമ്പ് ഇവിടെ വരും. മോക്ക് നല്ലത് വരും. എന്റെ മോള് സന്ധ്യക്ക് ക്ഷേത്രത്തിൽ പോയി വിളക്ക് വെച്ച് തൊഴണം.